തീർച്ചയായിട്ടും വി എസിന്റെ അനേകം വിജയം കണ്ട പോരാട്ടങ്ങളിൽ ഒന്നാണ് മതികെട്ടാൻ ചോല. വി എസ് നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പോയ ആളുകൾ, യുവാക്കളായ മാധ്യമപ്രവർത്തകരടക്കം അമ്പരന്ന് പോയി. കാരണം അവർക്ക് ആ പ്രായത്തിൽ കയറാൻ കഴിയുന്ന കാടും മേടുമൊന്നുമല്ല വി എസ് അദ്ദേഹത്തിൻ്റെ 79ാമത്തെ വയസ്സിൽ കയറിയത് എന്നുള്ളതുകൊണ്ടാണ് ആ തരത്തിലുള്ള ആശ്ചര്യം. ആ പോരാട്ടം വിജയിക്കാനുണ്ടായത് സർക്കാരിന് തീരുമാനം മാറ്റേണ്ടി വന്നു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർക്ക്, ജില്ലാ കളക്ടർക്ക് അടക്കം ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെ ഇപ്പോൾ ലോട്ടറി മാഫിയ, ഇപ്പോൾ ഞാൻ ഇന്നലെ കെ സുരേഷ് കുമാറിനോട് സംസാരിച്ചപ്പോൾ ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടം വി എസിന്റെ വിജയം കണ്ട പോരാട്ടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വി എസിനോട് സംസാരിച്ച 1.5 മണിക്കൂർ സംസാരിച്ച ഘട്ടം സുരേഷ് കുമാർ പറഞ്ഞത് ആ 1.5 മണിക്കൂറും വി എസ് ചോദിച്ച ഒരേ ഒരു കാര്യം, പാവപ്പെട്ട തൊഴിലാളികളും മറ്റുമൊക്കെ ഈ അന്യസംസ്ഥാന ലോട്ടറിയുടെ, ഓൺലൈൻ ലോട്ടറിയുടെ, സൂപ്പർ ലോട്ടോ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഓൺലൈൻ ലോട്ടറിയുടെ ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് അതിന് കിട്ടുന്ന കൂലി മുഴുവൻ ഈ ലോട്ടറി മാഫിയ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തെ ചെറുത്ത് തോൽപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു വി എസിന്റെ ലക്ഷ്യം. അതായിരുന്നു വി എസ് ആരാഞ്ഞതെന്ന് ഇന്നലെ സുരേഷ് പറയുന്നുണ്ടായിരുന്നു. ഈ മട്ടിലാണ് ഓരോ വിഷയങ്ങളിലും എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെയും വി എസ് നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടുകൾ വിജയം കൊണ്ടു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഇത് ഇങ്ങനെ ഒക്കെ തുടരുന്നതിൻ്റെ ഒരു കാരണവും. അനേകം മനുഷ്യരാണ് ഇപ്പോൾ നമുക്ക് രണ്ട് വരികളിലായി അനേകം മനുഷ്യർ വി എസിനെ കാണാനായി, വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് ക്യൂ ആയി ഇപ്പോൾ മാറിയിരിക്കുന്നു. വേറൊന്നുമില്ല, പാറശാലയിൽ നിന്നാണ്. വി എസ് ഞങ്ങളൊരു വികാരമാണ്, പാർട്ടിയുടെ ഒരു വികാരമാണ്. പറയൂ. വി എസ് ഞങ്ങളുടെ ഒരു വികാരമാണ് എന്ന് പറയുന്ന മനുഷ്യർ. വി എസിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു നേതാവിൻ്റെ നിന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ തിരക്കിനിടെ ഞങ്ങൾക്ക് വിതുരയിൽ നിന്നാണ് ഞങ്ങൾ എത്തിയത്. വിതുരയിൽ നിന്നാണ് എത്തിയത്. ഒരു ചരിത്ര പുരുഷനല്ലേ അദ്ദേഹം. അദ്ദേഹത്തെ കാണാൻ പറ്റുക തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ അവസരത്തിൽ. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ക്യൂ ഒന്ന് അനക്കം വെച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുണ്ട്. വി എസിനെ നേരിട്ട് പരിചയമുള്ള ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് പാർട്ടി മെമ്പറാണ്. അത് എല്ലായിതും ഞങ്ങൾ തൈക്കാടാണ്, തൃശ്ശൂർക്കാരാണ്. ഞാൻ ഇന്നലെ കോഴിക്കോടായിരുന്നു. അപ്പോൾ മോളെ കൊണ്ടാക്കാൻ വേണ്ടി NIT കാലിക്കറ്റിൽ പോയത്. അപ്പോഴാണ് രാവിലെ എത്തി ഉടനെ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ പേര് അംബിക. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് വി എസിനെ കാണാൻ എത്തിയതാണ്. അതെ. ജനങ്ങളെ സ്നേഹിക്കുന്ന നേതാവ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നേതാവ്, അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, അത്രേ ഉള്ളൂ. ഇങ്ങനെ വി എസിനെ കാണാൻ എത്തിയവരുടെ നീണ്ട നിരയുടെ നടുക്കാണ് ഞാനുള്ളത്. വി എസിനെ എങ്ങനെയാണോ ഓർക്കുന്നത്? വി എസിനെ പോലെ ഒരു നേതാവിന് വരാനില്ല പാർട്ടിക്കകത്ത്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പറയും. വി എസിനെ പോലൊരു നേതാവിന് വരാനായിട്ടും പോകുന്നില്ല. നേരിട്ട് നല്ല പരിചയവും കൊണ്ടുണ്ടായിരുന്നതാണ്. കലാരംഗത്തും സാമൂഹ്യ എല്ലാ രംഗത്തും അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഒരു തലമുറയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു നേതാവാണ് അദ്ദേഹം. ഏത് കാര്യത്തിനും മുന്നിട്ട് നിന്ന് ധീരതയോടുകൂടി പൊരുതുന്ന ഒരു നേതാവാണ് വി എസ്. തീർച്ചയായിട്ടും മധു, ഇതാണ് ജനങ്ങളുടെ വികാരം. നിരവധി മനുഷ്യരാണ് അണമുറിയാത്ത അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് വിലാപയാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 മണിക്ക് പൊതുദർശനം അവസാനിക്കണം ദർബാർ ഹാളിലെ. പക്ഷേ ഈ ജനസഞ്ചയം കണ്ടിട്ട് 2 മണിക്ക് അവസാനിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിൽ, മലബാർ ജില്ലകളിൽ നിന്ന് അടക്കമുള്ള ആളുകൾ കിട്ടുന്ന വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണാം. ആ ജനസഞ്ചയത്തെ, ജനസാഗരത്തെ കടന്നു വേണം വി എസിൻ്റെ വിലാപയാത്ര പോവാൻ. അതുകൊണ്ട് സമയക്രമം പാലിക്കാനാകുമോ എന്ന കാര്യം സംശയത്തിലാണ്. അങ്ങനെ അണമുറിയാതെ പ്രവഹിക്കുകയാണ്. വി എസിനെ ഒരു നോക്ക് കാണാൻ അണമുറിയാതെ ജനം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജീവനക്കാരുണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്.